കോൺഗ്രസിൽ വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു പിളർപ്പിലേക്ക് പോകുമോ എന്ന് വരെ വളരെയധികം ഡൗട്ട് അടിച്ച് നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയിട്ടുള്ള തർക്കം. അതായത് കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു കൂട്ടർ ഇല്ല, KPCC പ്രസിഡന്റായിട്ട് കെ സുധാകരൻ തന്നെ മതി എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുകയായിരുന്നു. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പല നേതാക്കളും പലതരത്തിലായിരുന്നു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഒരു സമയത്ത് UDF തന്നെ ഒരു തകർച്ച വന്നേക്കാം എന്നൊരു ഘട്ടം പോലും ഉണ്ടായി. അപ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം പ്രതികരിച്ചിരുന്നു. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്, എല്ലാ രീതിയിലും കോൺഗ്രസിന് ഇത് വളരെ ഒരു മോശം രീതിയിൽ തന്നെ ബാധിക്കും എന്ന തരത്തിൽ പോലും ചർച്ചകൾ വന്നിരുന്നു. ഇപ്പോൾ വളരെയധികം നാടകീയമായ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം കെ സുധാകരനെ മാറ്റിക്കൊണ്ട് അവിടെ പുതിയൊരു നേതൃസ്ഥാനത്തേക്ക് പുതിയൊരാൾ വന്നിരിക്കുകയാണ്. അതായത് സണ്ണി എന്ന് പറയുന്ന സണ്ണി ജോസഫാണ് ഇപ്പോൾ ആ ഒരു MLA ആയിരിക്കുന്ന കണ്ണൂര്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ KPCC അധ്യക്ഷനായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. അതെ, തുടക്കത്തിൽ ഈ കെ സുധാകരന് പകരമായിട്ട് സണ്ണി ജോസഫിന്റെ പേരും ആന്റണിയുടെ പേരുമായിരുന്നു ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന പേരുകളുടെ ആ ഒരു ലിസ്റ്റിൽ മുൻനിരയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് സംസാരിച്ചതിലെല്ലാം തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന ആന്റണിക്കായിരിക്കും ഈ ഒരു ചാൻസ് കിട്ടുക എന്നായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വളരെയധികം അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാം, ആ ഒരു രീതിയിൽ മാറിയിട്ട് ഇപ്പോൾ സണ്ണി ജോസഫ് എന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത്. ആള് ഇന്നലെ ഇങ്ങനെ ഹൈക്കമാൻഡിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം പറയുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ സണ്ണി ജോസഫിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും എന്താ പറയുക, സുധാകരൻ്റെ ഒരു പിൻഗാമി എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. അപ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നുള്ള ആളാണ്, മട്ടന്നൂരാണ് സ്വദേശം. അപ്പോൾ ആളെ സംബന്ധിച്ചിട്ട് എല്ലാ രീതിയിലും കോൺഗ്രസിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ സണ്ണി ജോസഫിന് കഴിയും. നല്ല രീതിയിൽ തന്നെ പാർട്ടിയിൽ ഉറച്ചു നിൽക്കാൻ ശേഷിയുള്ള ഒരാളാണ്. പിന്നെ ഇതുമായിട്ട് പറഞ്ഞ് നമുക്ക് രാഹുൽ ഗാന്ധി വരെ ഇടപെട്ടിരുന്നു അല്ലേ? അതായത് രാഹുൽ ഗാന്ധിയും ഈ ഒരു KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധി വന്നിട്ട് എല്ലാവരുടെയും നിന്നും അവരുടെ അഭിപ്രായങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബേസിക്കലാണ് ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ല. അതായത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഒരാൾ വന്നില്ല എന്നുള്ളതാണെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ LDF നല്ലൊരു മുതൽക്കൂട്ടായി മാറിയത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇനി വരുന്ന ആ ഒരു 3 തിരഞ്ഞെടുപ്പുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിണറായിക്ക് ഇതൊരു നല്ല കാലമായിരിക്കുമെന്ന്. അതായത് ഇപ്പൊ രണ്ടാമത്തെ ആ ഒരു പിണറായി സർക്കാരിന്റെ ഇനി മൂന്നാമത്തെ ഘട്ടത്തിലും അവർ തന്നെ ജയിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ ചിന്തകളൊക്കെ വന്നിരുന്നു. എന്നാൽ അതിനൊക്കെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ടാണ് ചെന്നിത്തല തന്നെ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു തലമായിട്ടാണ് ഈ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതായത് അധ്യക്ഷ സ്ഥാനത്തിൽ പുതിയൊരാൾ വന്നു, ഇനി തെരഞ്ഞെടുപ്പ് നടപടികളും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള തുടക്കങ്ങളാണ് ഇപ്പൊ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ UDF അത്രത്തോളം ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് UDF ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നത്. പക്ഷെ തുടക്കത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശനായാലും ശശി തരൂരായാലും മറ്റു പലരും ഈ ഒരു കെ സുധാകരനെ മാത്രം അദ്ദേഹത്തെ മാറ്റേണ്ട, അദ്ദേഹമാണ് ഈ ഒരു പാർട്ടിക്ക് മുതൽക്കൂട്ട് എന്നൊരു രീതിയിൽ, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും യോജനയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ രീതിയിലൊക്കെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു സണ്ണി ജോസഫ് ആണ് അടുത്ത അധ്യക്ഷൻ എന്ന് പറയുമ്പോഴും അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും ഈ ഒരു സണ്ണി ജോസഫ് തന്നെ വേണമെന്നുള്ളത് രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് 23 പേരെയാണ് വിളിച്ച് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരെല്ലാവരുടെയും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായത്തിന്റെ പേരിലായിരുന്നു ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അത് UDF വളരെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചേക്കാമായിരുന്നു. എന്നാൽ കറക്റ്റ് സമയത്താണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയതും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ അത് ചർച്ച ചെയ്തതും. അതായത് ഇങ്ങനെയൊരു ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ വെട്ടിത്തുറന്നെല്ലാം പറയുന്ന രീതിയിലേക്ക് വരണ്ട എന്ന് പോലും സുധാകരൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്തും UDF പിളർപ്പും കാര്യങ്ങളും ഒക്കെ ജനങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ ബാധിക്കും. അതേസമയം തുടക്കത്തിൽ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തെ കുറിച്ചുള്ള സംസാരം വന്നപ്പോൾ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള അപ്പോഴത്തെ കെ സുധാകരൻ പറഞ്ഞത് എനിക്ക് ആരോഗ്യപരമായിട്ട് വേറൊരു തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെ ഇല്ല, എന്നെ ഇപ്പോൾ മാറ്റണമെന്ന് പറയുന്നത് എന്താണ്, ഹൈക്കമാൻഡിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നിട്ടില്ല, ഇനി ഹൈക്കമാൻഡ് അങ്ങനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും മാറിത്തരും എന്നൊരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ
പിന്നീട് നേതാക്കന്മാരെല്ലാം വന്നിട്ട് പറയുന്നു എന്തിനാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് ആ ഒരു പ്രസ്താവന നടത്തിയത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയും പിന്നീട് അവരവരുടെ പ്രസ്താവനകൾ ഇറക്കുകയും അല്ലെങ്കിൽ അവരവരുടെ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയുമായിരുന്നു. നമ്മൾ പിന്നീട് നോക്കുമ്പോൾ കണ്ണൂരിലെ ഈ ഒരു ആൻ്റണിയുടെ പേരിലായാലും അല്ലെങ്കിൽ സണ്ണി ജോസഫിൻ്റെ പേരിലായാലും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ട് ഇവരെയൊക്കെ കണ്ടാൽ പോലും കോൺഗ്രസിനെ ഇവരുടെ മുഖം കണ്ടാൽ പോലും തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാരെയാണോ അടുത്തൊരു അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നൊരു രീതിയിലൊക്കെ ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ ഉയർന്നിരുന്നു. അതായത് കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളായിരുന്നു അതല്ല. അപ്പം എന്തുകൊണ്ടും ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മാത്രം മതി എന്ന് പറഞ്ഞിരുന്ന ഒരു കൂട്ടം അനുയായികൾ ഉണ്ടായിരുന്നു. കൂടാതെ KPCC അധ്യക്ഷ സ്ഥാനത്തിലേക്ക് കണ്ണൂരിൽ നിന്നും വരുന്ന രണ്ടാമത്തെ ആളാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ സണ്ണി ജോസഫ്. ആദ്യവും കണ്ണൂരിൽ നിന്ന് തന്നെയായിരുന്നു ഒരു പ്രതിനിധി നമ്മുടെ കെ സുധാകരൻ. അപ്പോൾ കണ്ണൂരിനെ അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന രണ്ടാമത്തെ ആളെന്നുള്ള രീതിയിൽ അതത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ രണ്ടാമത്തെ ആളാണല്ലോ വരുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇങ്ങനൊരു നീക്കം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യമായിട്ട് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് UDF മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ശ്രദ്ധ തിരിക്കാൻ UDF-ന് സാധിക്കും അല്ലേ? അങ്ങനെ തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പ്രവർത്തകരുടെ നോമിനിയാണ്, അല്ലാതെ ഒരു സമുദായത്തിൻ്റെ നോമിനിയല്ല. കോൺഗ്രസ് നിരപേക്ഷ പാർട്ടിയാണ്, ആ നിലപാടാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി ആ ഒരു സ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കിനി നോക്കി കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ നോമിനി എല്ലാവരുടെയും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏകപക്ഷീയമായിട്ട് എല്ലാവരെയും കൂട്ടിയിണക്കി നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നൊരു ഉത്തരവാദിത്തമാണ് തനിക്കുള്ളത് എന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണത്. അതുപോലെ തന്നെ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരാണ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ. പിന്നെ അടൂർ പ്രകാശ് UDF കൺവീനർ ആയിട്ടുണ്ട്. കെ സുധാകരൻ ഒരിക്കലും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. സ്ഥിരം ക്ഷണിതാവാണ് അദ്ദേഹം. KPCC-യിൽ സ്ഥിരം ക്ഷണിതാവായി തന്നെ അദ്ദേഹം ഇനിയും മുന്നോട്ട് പോകും. അത്തരത്തിലുള്ള ഒരു വാർത്തകളാണ് ഉള്ളത്. എന്ത് തന്നെ ആയാലും UDF-ന് ഇതേ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഇപ്പോഴെങ്കിലും ഇവർ കൃത്യമായ ഒരു നടപടിയിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് തെരഞ്ഞെടുപ്പിന് ഒരു അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് കാണാമായിരിക്കും അല്ലെ? ജനങ്ങൾ അങ്ങനെ ഉറ്റുനോക്കുമായിരിക്കും.